പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ. അപ്പോൾ ഇന്നലെ കുംഭഭരണിയായിട്ട് ഇവിടെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ചടങ്ങുകളൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല, എനിക്ക് വയ്യ. പിന്നെ വീഡിയോ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ, നന്നായി വീഡിയോ എടുക്കാൻ ആർക്കും അറിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ കുംഭഭരണി പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ 3 ദിവസത്തെ കുംഭഭരണിയുടെയും അതിൽ മുപ്പാട് ഉള്ള ജോലികളൊക്കെ എടുത്തുള്ള ക്ഷീണം എല്ലാം ആയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ രാവിലത്തെ കഞ്ഞി വയ്ക്കലും കഞ്ഞിക്കൂടിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഇപ്പോൾ മെല്ലെ അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഒരു വീഡിയോ ചെയ്യാം, അതൊക്കെ എഴുന്നേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ വെച്ചാൽ ദാഹിച്ചിട്ട് ഒരു ഇതുമില്ല. എത്ര വെള്ളം കുടിക്കാം, വെള്ളമൊക്കെ കുറേ കുടിച്ചു, എന്നിട്ടും ദാഹം തീരുന്നില്ല കേട്ടോ. ദാഹം തീരാണ്ടായപ്പോഴേ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് മാങ്ങ കിട്ടി, പച്ചമാങ്ങ, പുളിയൊന്നും ഇല്ലാത്ത പച്ചമാങ്ങ. അപ്പോൾ ആ പച്ചമാങ്ങയാണിത്, 3 മാങ്ങ കേട്ടോ. അതായത് ഒരു 3 മാങ്ങ അരിഞ്ഞതാണ് ഈ കാണുന്നത്. ഈ ഒരു വലിയ വട്ടയ ഉണ്ടോ, ഇത്രയും പോകുന്ന വട്ടക മാങ്ങയുണ്ട്. 3 മാങ്ങ, പുളിയില്ലാത്ത മാങ്ങ. അപ്പോൾ അത് നമുക്ക് ജ്യൂസ് അടിക്കാം. ഇത് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാൽ ദാഹം ഒപ്പം നിൽക്കൂട്ട. അതിലേക്ക് ആവശ്യമുള്ളത് ചിലർ പഞ്ചസാര ചേർക്കും. എനിക്ക് മധുരത്തിനോട് താല്പര്യമില്ല, എനിക്ക് ഉപ്പ് രസം എരിവൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതാ ഉപ്പ് എടുത്തു, ഇഞ്ചി എടുത്തു, ഇതാ ചീനാമുളക്, കാന്താരി എന്നൊക്കെ പറയും. ഇതെല്ലാം കൂടി ഇതിലിട്ടങ്ങോട്ട് തണുത്ത വെള്ളം ഒഴിച്ചങ്ങോട്ട് ജ്യൂസ് അടിക്കും. എന്നിട്ട് അങ്ങോട്ട് അരിപ്പയിൽ അങ്ങോട്ട് അരിച്ച കൊട്ടിനൊക്കെ കളഞ്ഞ് ഇതങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് അങ്ങോട്ട് തണുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ഇവിടെ പറഞ്ഞ് കുടിക്കാട്ടോ നമുക്ക്. അങ്ങനെ ഞാൻ ആ പച്ചമാങ്ങ, ഇഞ്ചി, ചീനാമുളക്, ഉപ്പെല്ലാം ചേർത്തിതാ ഒരു വട്ടയ ജ്യൂസ് അങ്ങോട്ട് അടിച്ചു. കണ്ട മക്കൾ, ഇതുപോലെ വലിയൊരു വട്ടയ ജ്യൂസാട്ടോ അതിരിക്കണത്. ഇതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. ഇനി ഇതങ്ങോട്ട് ഞാൻ കുടിക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കുടിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. നമുക്കിത് നല്ലതാണ് മക്കളെ, സാമ്പാറും കുടിക്കണ പോലെ. കണ്ടോ, നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴേ ഇതങ്ങോട്ട് കൊടുക്കാം. കുലുക്കി സർവത്താണ്, കുലുക്കി സർവത്ത്. അതുപോലെ ആ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് ചിലവർ. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരതൊന്ന് നോക്കട്ടെ. പച്ച മാങ്ങയുടെ സീസണായ പിന്നെ ഞാൻ പുളിയുള്ളതാ പുളിയില്ലാത്തതാ നോക്കാറില്ല. പച്ചമാങ്ങ കിട്ടിയ അപ്പോൾ ഇതേപോലെ ഒരു വട്ടക ഉണ്ടാക്കി കഴിക്കുക, കഴിയണവരെങ്ങനെ കുടിക്കും. അപ്പോൾ മക്കളൊക്കെയും ഒന്ന് നോക്ക്, നമുക്ക് കുടിക്കാം. അങ്ങനെയാണ് മക്കളെ വിശേഷങ്ങൾ. നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് കുടിക്കാം. ചിലർക്ക് പഞ്ചസാരയാണ് ഇഷ്ടം, അതിൽ ചിലർ പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമല്ല, എനിക്ക് ഉപ്പും മുളകും രസമാണ് ഇഷ്ടം, മധുരം എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ വരുന്നവർക്കൊക്കെ കൊടുക്കും. കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ ഏകദേശം ഒരു 4-5 ആവാറായി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് കഞ്ഞിയൊക്കെ വെച്ച് അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് കുടിച്ച് അങ്ങനെ കിടന്നു. 2 തുണിയും കഴുകി ഇട്ടു കേട്ടോ, എന്നിട്ട് കിടന്നതാ. പിന്നെ ഇപ്പോഴാണ് എഴുന്നേൽക്കണേ. അപ്പം അങ്ങോട്ട് ദാഹം തീരുന്നില്ല. ഇപ്പോഴാണ് മാങ്ങ ഇരിക്കണ ഓർമ്മ. അതെടുത്തരിഞ്ഞ് ആ ജ്യൂസ് ഉണ്ടാക്കി അത് കുടിക്കുക. അല്ലാണ്ട് എന്തിട്ടാ നമുക്ക്. 2 വയസ്സായ ആൾക്കാർ, 2 വയസ്സായ അമ്മമാരുണ്ട്. ഒരാൾക്ക് കാതും കഴിക്കില്ല, ഒരാൾക്ക് ബോധവും ഇല്ല.
ഇവരോട് ഞാൻ എന്തു പറയും? പിന്നെയുള്ളത് കുറേ ദൈവദേവന്മാരുണ്ട്, അവരോടൊക്കെ സംസാരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം, എൻ്റെ വിശേഷങ്ങൾ നോക്കണം. നമുക്ക് ആരും സഹായമില്ലാത്ത കാരണേ നമുക്ക് ജോലി തന്നെ എപ്പോഴും. നമുക്ക് ആരും സഹായമില്ല. ഭരണിക്ക് 30 ജോലി, ഭരണി കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒതുക്കണമെങ്കിൽ ഒരു ജോലി. എല്ലാവരും വൈകുന്നേരം നമ്മളേക്ക് എല്ലാവരും പോയി. പിന്നെ വീട്ടിലെ ഒതുക്കാളും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയുള്ളൂ. ബാക്കി നമ്മൾ തന്നെ ഒതുക്കണ്ട. ഇനി ഒതുക്കണമെങ്കിൽ അത് ആരോഗ്യം വേണ്ട, അതുമില്ല. ഒന്നും നോക്കിയില്ല, അവിടെ കിടന്നു വയ്ക്കട്ടെ. നല്ലൊരു മനുഷ്യനല്ലേ, എത്ര പണിയെടുക്കുക. അയ്യാഴായി. ഇപ്പം എവിടേക്കും പോണ പോലെയില്ല. പണ്ടിങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് പോകുമായിരുന്നു. പരിചയമുള്ളവരെയും സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം നിൽക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒന്നുമില്ല. ചമഞ്ഞ് നടക്കണമെന്നോ ഭംഗി നോക്കണമെന്നോ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ള വീട്ടിലേക്ക് പോയി നിൽക്കണമെന്നോ ഒരു മോഹങ്ങളുമില്ല. ഇപ്പോൾ ഒരു മോഹങ്ങളുമില്ല. ഇങ്ങനെ പോട്ടെ. എല്ലാവരും ലൈക്ക് അടിക്കട്ടാ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.